അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഒരു മജ്ബൂസ് റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനെ പെരക്കിയിട്ട് വെക്കാം. 1 മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് എടുത്തോ. എന്നിട്ട് ചിക്കൻ ഫ്രൈ ആക്കാം. ആടെ അത് ഫ്രൈ ആകുന്ന സമയത്ത് ഇപ്പുറത്തൊരു കുക്കറിൽ ഓയിൽ വെച്ചിട്ട് അത് തളിച്ചതിൻ്റെ ശേഷം ഉള്ളി ഇട്ടിട്ട് മിക്സ് ആക്കാം. ഞാനിവിടെ ഒരു കൈൻ്റെ അളവിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് കുറച്ച് കറിച്ചപ്പലിടാം. ഇതിൻ്റെ പേരെന്ത് നമുക്ക് അറിയില്ല, അറിയുന്ന ഒരു കമൻറ്റ് ഇടുക. എന്നിട്ട് മിക്സ് സ്പൈസസ് ആഡ് ആക്കാം. നമ്മൊന്നും ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കേണ്ട ഓയിലില്ല, അത് ഇതിലേക്ക് ഒഴിക്കണം. നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ക്യാരറ്റ് കുനുകുന അരിഞ്ഞതും ഇടാം. പിന്നെ തക്കാളീൻ്റെ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് തക്കാളി ഇടുന്നത് എങ്ങനെ വേണം കൂടാൻ നിങ്ങളിഷ്ടം. ഒരു മാഗി ക്യൂബും ഇടാം. ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉണക്ക് ചെറുപുളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാവുന്നു. ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം ഒഴിക്കണം. ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ആക്കുക. ഇങ്ങനെ അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കനില്ല അതും ഇട്ട് കൊടുക്കുക. കുക്കർ മൂടി വെക്കുക. ഒരു വിസിലതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. അതിൻ്റെ പ്രഷർ പോകണം ദമ്മിൽ വെക്കുക. എന്നിട്ട് ഇത് തുറന്നതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പില മീത്ത പേറി കൊടുക്കുക. എന്നിട്ട് തിന്നാം. അടിപൊളി മജ്ബൂസ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടും. ഓക്കെ, ബൈ.